വി സെഗ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ചിലവാലുള്ള പോലെ നമ്മുടെ കൃത്യ എന്ന് പറയുന്ന പോലെ അത് അതിനേക്ക് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടാണെങ്കിൽ ഈസിയ വണ്ടികൾ സെയിലാകുന്ന ഒരു ബേസിലും കൂടിയാണ് റീസെയിൽ വാല്യൂ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പം എസ് യു വി സെഗ്മെൻറ്റ് ഏറ്റവും കൂടുതൽ സെയിലാകുന്ന ഈ പറയുന്ന കൃത്യ മോഡൽസാണ്. അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ എസ് യു വി സെഗ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കൃത്യ മോഡൽസാണ്. ഇതൊക്കെ സെക്കൻഡ് വണ്ടികൾ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് ഡീസൽ വണ്ടികളൊക്കെ അങ്ങനെ ഭയങ്കര പാടും. ചെറിയ വണ്ടികളുടെ സെഗ്മെൻറ്റിൽ ആ ഒരു കൺസെപ്റ്റ് വരുന്നത് ചെയ്യുന്നത് അതായത് റോഡിൽ എത്രമാത്രം അതനുസരിച്ചാണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ആ വണ്ടി കുറേ ഇറക്കുന്നുണ്ടെന്ന് നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ആദ്യമൊരു വണ്ടി എടുക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പണ്ട് മുതലേ ഉള്ള കമ്പനിയാണ് മാരുതി. അപ്പോൾ ആൾക്കാർക്ക് പണ്ട് മുതലുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് കുറവാണ്, അതിന് സർവീസ് കോസ്റ്റ് കുറവാണ്. ഇതൊരു അജ്ഞതയാണ്. നമ്മൾ ബാക്കി കമ്പനിയുടെ എത്രയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാനോ അല്ല ആ സർവീസ് കോസ്റ്റ് എത്രയുണ്ടെന്ന് ചോദിക്കാനോ അത് മാരുതി പോയാലും എല്ലാവരും 10,000 രൂപ സർവീസ് കോസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ വന്നാലും ഉണ്ട് 2000 രൂപ. നമ്മളിവിടെ അപ്പവും മേടിക്കുന്നില്ല. പക്ഷേ ഇത് അജ്ഞതയാണ്. ആൾക്കാർ അറിയുന്നില്ല കുറവാണെന്നുള്ളത് ആൾക്കാർ അറിയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം മാരുതിയുടെ വണ്ടികൾ ചെറിയ കാറുകൾ മാരുതിയിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് സെക്കൻഡ് വണ്ടികൾ അങ്ങനെ വണ്ടികൾ കുറയാണ്. അപ്പോൾ സെക്കൻഡ് വണ്ടി ആദ്യമായിട്ട് എടുക്കുന്നവർ